ശ്രീ ഷാഫി ചാലിയം, ഇവിടെ ഇവിടെ എം സ്വരാജ് എന്ന് പറയുന്ന നേതാവ് ഇടയ്ക്കൊരു സമയം നടത്തിയ പിതൃശൂന്യ മാധ്യമപ്രവർത്തനം, അല്ലെങ്കിൽ നടത്തിയെന്ന് പറയപ്പെടുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്താണ് പലപ്പോഴും ധിക്കാരപൂർണ്ണമായ സമീപനം, അല്ലെങ്കിൽ പുച്ഛം പരിഹാസം, ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ, ഇതൊക്കെ ആരോപണങ്ങളായി ആ നേതാവ് എതിരെ നിൽക്കുമ്പോൾ തന്നെ എം സ്വരാജ് എന്ന് പറയുന്ന ആ വ്യക്തി മുന്നോട്ട് വെക്കുന്ന നല്ല കറകളഞ്ഞ രാഷ്ട്രീയ നിലപാടുണ്ട്, നല്ല ക്ലാരിറ്റിയോടെ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ഇപ്പം ഹമാസ് അവിടെ കയറി കാട്ടിക്കൂട്ടിയത് ശരിയാണെന്ന് കരുതുന്ന ആളല്ല ഞാൻ. ഒരു നിരപരാധികളെയും കൊല്ലൽ ഏതെങ്കിലും യുദ്ധതന്ത്രമാണെന്ന് കരുതുന്ന ആളുമല്ല ഞാൻ. പക്ഷേ ആ സമയത്ത് അവിടെ പലസ്തീനിൽ സംഭവിക്കുന്നത് എന്താണെന്നും ഓൺ എ ഫൈൻ ഡേ ഹമാസ് അങ്ങോട്ട് കയറി ചെയ്തതല്ല എന്നും ആർജവത്തോട് ഉറക്കെ പറഞ്ഞ നേതാവിൻ്റെ പേരെന്താണ്? മറ്റാര് പറയുന്നതിനേക്കാളും മുന്നേ പറഞ്ഞു. ആര് പറഞ്ഞു? എം സ്വരാജ് പറഞ്ഞു. അയോധ്യ വിധി വന്നു. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ എം സ്വരാജ് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ്, നിഷ്കളങ്കരെ എന്ന് തുടങ്ങുന്ന വളരെ പ്രശസ്തമായ ആ ക്യാപ്ഷൻ അടക്കം എം സ്വരാജ് പറഞ്ഞു. എന്താണ് ഈ പറയുന്ന സെക്കുലറിസത്തിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന നിലപാടുകൾ ഒരു സംശയത്തിന് അടിസ്ഥാനമില്ലാതെ പറഞ്ഞിട്ടുണ്ട് എം സ്വരാജ്. ആ നിലപാടിന്റെ മാറ്റുരക്കൽ കൂടിയാവില്ലേ നിലമ്പൂരെ പോരാട്ടം? ഷാഫിച്ചാല് ഇല്ല, രാഷ്ട്രീയത്തിനപ്പുറം നമുക്ക് പല വ്യക്തിത്വങ്ങളോടും ബഹുമാനം തോന്നാറുണ്ട്. അവരുടെ ചില സ്റ്റാൻഡ്സ് കാണുമ്പോഴാണ് നമുക്കങ്ങനെ തോന്നാറ്. അത്തരത്തിൽ വ്യക്തിപരമായി ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് എം സ്വരാജ്. ഇത് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ നിങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല. പല ഘട്ടങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ, അഗാധമായ പരന്ന പുസ്തക വായന, അദ്ദേഹത്തിൻ്റെ അറിവുകൾ, ഡിബേറ്റിനൊക്കെ അദ്ദേഹം വന്നിരിക്കുമ്പോൾ മറ്റെല്ലാം മാറ്റിവെച്ച് അത് ഞങ്ങൾക്ക് നേരെയുള്ള വിമർശനങ്ങളാണെങ്കിൽ പോലും ആസ്വദിക്കാറുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പി ഗോവിന്ദപിള്ളയ്ക്ക് ശേഷം ഇത്രയധികം പുസ്തകം വായിക്കുന്ന, ഇത്രയധികം വിഷയങ്ങളെ നിഗൂഹനം നടത്തുന്ന മറ്റൊരു നേതാവ് ഞാനൊന്ന് പൂർത്തിയാക്കാൻ സമ്മതിക്കും. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഞങ്ങൾക്ക് നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥിയേ ഉള്ളൂ. 2 UDF അവിടെ കൊണ്ടേ ഇരുത്തേണ്ട ആവശ്യമില്ല. ഇനി എന്ത് കുത്തിത്തിരിപ്പാണോ ആശ്മീൻ്റെ എനിക്കറിയില്ല. ശരി, രാജു പി നായർ അവിടെ ഉണ്ട്. എന്നെ ഇതിൽ ആവശ്യമില്ലായിരുന്നു. പിന്നെ എന്നോട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, എനിക്ക് സ്വരാജിനെ കുറിച്ച് നല്ല അഭിപ്രായമുണ്ട്. സ്വരാജിൻ്റെ പോരായ്മയുണ്ട്. ഞാൻ നല്ലത് മാത്രം പറയുന്ന അവിടെ നിർത്തിയിട്ട് പോരായ്മ പറയാൻ സമ്മതിക്കാതെ വഴിയിൽ എന്നെ തടസ്സപ്പെടുത്തിയാൽ അതൊരു പ്രശ്നമാണ്. അപ്പോൾ ആദ്യം അങ്ങൊന്ന് സമീപനം പാലിക്കും. എനിക്ക് സ്വരാജിനെ കുറിച്ച് ഇത്തരം കാര്യങ്ങളിലൊക്കെ നല്ല അഭിപ്രായം. സ്വരാജിനെ കുറിച്ച് മാത്രമല്ല, രാജു പി നായരെ കുറിച്ച് എനിക്ക് അഭിപ്രായമുണ്ട്. പലസ്തീൻ വിഷയത്തിൽ സ്വരാജ് എന്താ ചെയ്തത്? സ്വരാജ് ഉഗ്രം നിലപാടെടുത്ത് പോയി. ഒരു ബോംബിട്ട് പോവുക, അല്ലെങ്കിൽ ഒരു നിലപാടെടുത്ത് പോവുക എന്നതല്ല, അതിനപ്പുറമുള്ള ഒരു പരന്ന ചർച്ച ഉണ്ട്. ആ ചർച്ചകളിൽ എവിടെയും അദ്ദേഹം വന്നിട്ടില്ല. അവിടെ ആ സ്പേസ് ഫില്ല് ചെയ്ത വ്യക്തി ഈ ഇരിക്കുന്ന രാജു പി നായരെ പോലുള്ള ആളുകളാണ്. അത് നമ്മൾ കാണാതിരിക്കരുത്. പി ഗോവിന്ദപിള്ളയുടെ പേര് ഞാൻ പറഞ്ഞു. PGയും ലോകവും എന്ന കൈരളി TV-യിലെ ഒരു പരിപാടിയുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ്. അതിനുശേഷം ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിലമ്പൂരിൽ സ്വരാജിന് സ്പേസ് എന്താണ്? ഞാൻ ചോദിക്കട്ടെ, നിലമ്പൂരിൽ എന്തെല്ലാം ദുരന്തങ്ങളുണ്ടായി? കാലവർഷത്തെ എത്ര ഭയക്കുന്ന വേറൊരു സമൂഹമില്ല. ഈ കവളപ്പാറയിലും അതേപോലെ പോത്തുകല്ലിലും വയനാടിൻ്റെ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചാലിയാറിലൂടെ ഒഴുകി വന്ന കയ്യും കാലുകളും തലയോട്ടികളും പോത്തുകല്ലിൽ ഇങ്ങനെ കൂട്ടിവെച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കണോ? എന്തെല്ലാം ദുരന്തം അവിടെ ഉണ്ടായി. സ്വരാജ് എന്ന വ്യക്തി അവിടെ എവിടെയെങ്കിലും വന്നോ? നിങ്ങൾ ചിന്തിക്കേ, എവിടെയെങ്കിലും വന്നോ? നിലമ്പൂരിലെ അടിസ്ഥാന ജനങ്ങൾ അനുഭവിക്കുന്ന ഏത് വിഷയമാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോക്ക് ഇന്ന് ഞാൻ പരിശോധിക്കുകയായിരുന്നു. സ്വന്തം നാടാണെന്ന് പറഞ്ഞു. യെസ്, സമ്മതിക്കുന്നു. പോത്തുകല്ല് പഞ്ചായത്തിലാണ് സ്വരാജ് ജീവിക്കുന്നത്. നിലമ്പൂരിലെ ജനങ്ങളുടെ എന്ത് വിഷയത്തിനെ കുറിച്ച് ഒരു പോസ്റ്റെങ്കിലും അദ്ദേഹം എവിടെ ഇട്ടിട്ടുണ്ടോ? അല്ല സനോജെ, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു കഴിയട്ടെ. രാഹുൽ ഗാന്ധിനെ അവിടെ നിർത്ത്. അപ്പം ഇവിടെ പ്രശ്നം, നമ്മൾ ഒരു പുലിയെ ഭയക്കുന്ന എന്തുകൊണ്ടാണ്? അതിന് ആക്രമണശേഷിയുള്ള പല്ലും നഖമുണ്ട്. പല്ലില്ലാത്ത എന്താണ് ഒരു പുലിനെ ആര് ഭയപ്പെടുമോ? ഇവിടെ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം UDF-ന് ഒരു ഭയപ്പാടിൻ്റെ പ്രശ്നമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടുത്തെ ആ നാട്ടുകാരനായിട്ടും
അവിടുത്തെ മനുഷ്യരുടെ ആ നിലവിളി കേൾക്കാനോ അവരെ കണ്ണീരൊപ്പാനോ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കാത്ത ഒരു വ്യക്തിയെയാണ്. ശരി, അല്ല ശരി ശരി അപ്പൊ ഈ ദാർശനികത അല്ല ഷാഫിച്ചാൽ ഈ ദാർശനികതയും ആദർശവും നിലപാടും പ്രധാനമാണ്. ഇപ്പൊ ശരിയാണ്, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ എല്ലാ കാര്യങ്ങളും ചർച്ചയാവുമല്ലോ. ഒരു തെരഞ്ഞെടുപ്പിൽ എല്ലാ കാര്യങ്ങളും ചർച്ചയാവും. BJP കാലത്തെ രാഷ്ട്രീയമടക്കം ചർച്ചയാവും, മതേതരത്വം ചർച്ചയാവും, സെക്കുലറിസം ചർച്ചയാവും. ശ്രീ ഷാഫി ചാലിയം എന്താണ് എം സ്വരാജിന്റെ നിലപാടുകൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടിയുറച്ച സെക്കുലർ നിലപാടുകളിൽ ഏതെങ്കിലും മായമുണ്ട് എന്ന് ഷാഫി ചാലിയം കരുതുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത് ലീഗ് നേതാവിനോടാണ്. ലീഗിന്റെ അണികൾക്ക് ലീഗിന്റെ അണികൾക്ക് എം സ്വരാജിന് വോട്ട് ചെയ്തുകൂടാന്നുണ്ടോ ശ്രീ ഷാഫി ചാലിയം? രണ്ട് കാര്യം ഞാൻ പറയുന്നു, ശ്രദ്ധിക്കണം. ഒന്ന്, സ്വരാജിനെ കുറിച്ച് ഇൻട്രോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്, യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ നമ്മൾ ഒരുപാട് പേരെ നമ്മളെന്താണ് ഈ രാജ്യത്ത് നമ്മൾ കാണുന്നുണ്ട് വ്യത്യസ്ത പാർട്ടികളിലായിട്ട്. ഇവിടെ വിഷയം ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ എന്തു വേണം? ഈ ആദർശവും നിലപാടുമാണോ നിലമ്പൂർക്കാർക്ക് പ്രശ്നം? നിലമ്പൂരിൽ അടിസ്ഥാന പ്രശ്നങ്ങളിൽ അവരോടൊപ്പം നിൽക്കുന്ന ഒരു പ്രതിനിധിയെ വേണ്ടിയത്. ആദർശവും അല്ല ഞാൻ പറയുന്നത്, അത് മലയിറങ്ങി വരുന്ന പുലിയും പ്രശ്നമാണ്, അതല്ലാത്തുള്ള അദൃശ്യ പുലികളും പ്രശ്നമാണ്. ആദർശവും നമ്മുടെ പ്രസ്ഥാനത്തിനാണ്. ഞാൻ പറഞ്ഞു കേൾക്കൂ, ഒരു നിലമ്പൂരുകാർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഇവിടെ നിങ്ങൾ തുടക്കത്തിൽ തന്നെ സ്വരാജിനോട് ചോദിച്ച ചോദ്യമുണ്ട് ഈ മൃഗങ്ങളുടെ ശല്യത്തെക്കുറിച്ച്. PV അൻവറിനെ നിങ്ങൾ പുറത്താക്കും മുമ്പ്, അല്ലെങ്കിൽ അദ്ദേഹം നിങ്ങളെ കൂടാരം വിടും മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് PV അൻവർ ശ്രദ്ധേയമായൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ബജറ്റിൽ ഈ വനം മൃഗസംരക്ഷണ വകുപ്പ് അല്ലെ വനം വകുപ്പ് ഈ ഫെൻസിങ്ങിന് വേണ്ടി നീക്കി വെച്ച പൈസ വളരെ നാനോ തുകയാണ്. വലിയ കെട്ടിടങ്ങൾ ഫോറസ്റ്റിന്റെ പേരിൽ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി വലിയ ഗസ്റ്റ് ഹൗസുകൾ നിർമ്മിക്കുകയാണ്. അവിടെ ഒന്നും കിടക്കാനോ ഉപയോഗിക്കാനോ ആരുമില്ല. എന്നാൽ ജനങ്ങളുടെ ജീവനെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ ഫെൻസിങ്ങിന് വേണ്ടി ഈ ഗവൺമെന്റ് വളരെ നാനോ തുകയാണ് എന്നൊരു വാദം. ഇത് അൻവർ ഇടതുപക്ഷ MLA എന്ന കപ്പാസിറ്റി വരെ പറയണ്ടായി. ഇതല്ല കേന്ദ്രം നിയമം അടക്കട്ടെ, മൃഗങ്ങൾ കടന്നു വരാതിരിക്കാൻ ഒരു ഫെൻസിങ് കെട്ടി ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ ഗവൺമെന്റ് എന്താ ജനങ്ങളെ അത് ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ജനപ്രതിയാകാനുള്ള യോഗ്യത എന്താണ്? ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടലാണ്. ആദർശം പറയൽ മാത്രമല്ല. ഒരു ദുരന്തമുണ്ടായാൽ ഒരു സാഹിത്യകാരന്മാരെ അവിടെ ഒന്ന് സന്ദർശിക്കുമോ? വൈക്കം മുഹമ്മദ് ബഷീർ ഏതെങ്കിലും ഭൂകമ്പം നടന്ന സ്ഥലത്ത് പോയിട്ടുണ്ടോ? അതേമാതിരി തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ സാഹിത്യകാരന്മാർ ദാർശനിക പോകാറില്ല. അതുപോലെ സ്വരാജും പോകാറില്ല. അതാണ് പ്രശ്നം. അപ്പം PGയെ പോലുള്ള ഒരു ചിന്തകനായി അദ്ദേഹം ആ പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ റൂട്ട് അതാണ്. അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുപോയിട്ട് MLA ആക്കാൻ ശ്രമിച്ചവർക്ക് വലിയ പരിക്ക് പറ്റും. ഇന്നത്തെ ദിവസം ഒറ്റ കാര്യം പറഞ്ഞെടുത്ത 263 ബൂത്ത് ഉണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ. 263 ബൂത്തിലും മൊത്തം ഇന്ന് കൺവെൻഷൻ നടത്തി കഴിഞ്ഞു UDF. മനസ്സിലാക്കണല്ലോ, അത്ര ഉജ്ജ്വലമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. അല്ല ഞാൻ പറയുന്നത് ഈ പറയുന്ന PV അൻവറിനെ 2 തവണ കഴിഞ്ഞ തവണ PV അൻവർ അവിടെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ PV അൻവർ അവിടെ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആഫ്രിക്കയിൽ എന്തോ കൃഷിയാക്കും അല്ല ആഫ്രിക്കയിൽ എന്തോ പരിപാടിക്ക് പോയതായിരുന്നു. അവിടെ മെക്കാനിസം ചലിപ്പിച്ചതാരാ? അത് സനോജിന്റെ പാർട്ടിയാണ്. സനോജ് അടക്കമുള്ളവർ നിന്നാണ് മെക്കാനിസം ചലിപ്പിച്ചതും PV അൻവറിനെ വിജയിപ്പിച്ചത്. അതുകൊണ്ട് UDF ഒപ്പം തന്നെ LDF-ന്റെയും സംഘടനാ മിഷനറിയിൽ സംശയം വേണ്ട. ഞാൻ അങ്ങനെയൊക്കെ എത്താം.